ഹായ് ഹലോ വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാന്നല്ലേ? ദ ഫേമസ് ഗ്രാൻഡ് മോസ്കിലേക്ക്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അവിടെ ഡ്രസ് കോഡ് മസ്റ്റാണ്. ഞാനൊരു ഷോൾ കൊടുത്തിട്ടുണ്ട് തട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ പോയാലോ? ആ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളറിൽ കാണുന്നത് കടലാണേ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, ചിലപ്പോഴേ നിങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. ജനറലി ഈ ടൈമിലെല്ലാം ചൂടാണ് കേട്ടോ ഉണ്ടാവുക, കാരണം ഉച്ച ടൈമാണ്. ജനുവരി ഫെബ്രുവരി ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വിൻ്ററാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. അതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ഇതാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിൻ്റെ എൻട്രൻസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്രാൻഡ് മോസ്ക്. ഇതിലൂടെ 1 കിലോമീറ്ററോളം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലായി വിസിറ്റേഴ്സ് പാർക്കിംഗ് വരിക. പ്രെയർ റൂമിലേക്കുള്ള എൻട്രൻസിനുള്ള പാർക്കിംഗ് സെപ്പറേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ചെന്നപ്പോൾ തന്നെ കണ്ടത് കുറേ ഫ്ലവേഴ്സാണ്. മോസ്കും അതിന് ചുറ്റും ഇങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ആയി ഇവർ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാണ് മോസ്കിൻ്റെ അകത്തേക്കുള്ള വഴി. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞാൻ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഉള്ളിലേക്ക് ചെന്നപ്പോൾ എന്താണെന്നറിയില്ല, നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തുവേ. ഈ ടൈപ്പ് ജനലുകളെ കിളിവാതിലുകൾ എന്നല്ലേ പറയുക. ഇത് നിസ്കരിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഒളു ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. പൈപ്പും അങ്ങനത്തെ എല്ലാം ഇവിടെ കാണാനുണ്ടേ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ്. അവരതിൽ കുറേ കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. റിഫ്ലക്റ്റഡ് മാർബിൾസ് ആണ്. നമ്മൾക്കൊരു കണ്ണാടി പോലെ കാണാൻ കഴിയും. അത്തരത്തിലുള്ള മാർബിൾസ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെത്തിയത്. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാം. എന്തൊരു ഭംഗിയായിരുന്നെന്നോ. പൂക്കളും ആ മാർബിളും ആ സ്കൈയും എല്ലാം കൂടി ഒരു വർണ്ണ വിസ്മയം തന്നെ ആയിരുന്നു. ഈ മോസ്കിനുള്ളിൽ കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവർ പറക്കുമ്പോൾ ഉള്ള സൗണ്ടില്ലേ, അതായത് ഈ ചിറകുകളൊക്കെ അടിക്കുമ്പോൾ ഉള്ള സൗണ്ട്, അത് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്ര ഓവർ ക്രൗഡഡ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുള്ളായിരുന്നു. ഈ ആർച്ചിൻ്റെയും തൂണിൻ്റെയും എല്ലാം റിഫ്ലക്ഷൻ താഴെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഞാനതെല്ലാം ആസ്വദിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു. പ്രെയർ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ഷൂ എല്ലാം ഇതിൽ വെക്കണം കേട്ടോ. ഇത് പ്രെയർ ഹാളിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് റൂൾസാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് പ്രെയർ ഹാൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് രാവിലെ 8 മുതൽ 11 വരെ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡാണ് ഇതെല്ലാം വീഡിയോ എടുത്ത് തന്നത്. ഈ കാണുന്ന വലിയ ലൈറ്റാണ് ദ ഗ്രാൻഡ് ഷാൻലിയർ. ഈ ഷാൻലിയറും പിന്നെ ചെറിയ ചെറിയ ലൈറ്റുകളും വലിയ കാർപ്പറ്റുമാണ് പ്രെയർ ഹാളിലെ മെയിൻ അട്രാക്ഷൻ. ദ ഗ്രാൻഡ് ഷാൻലിയറിൽ
1000-ഓളം ക്രിസ്റ്റൽസും 100-ഓളം ബൾബുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഗ്രാൻഡ് ഷാൻലിയറും കാർപ്പറ്റുമായിരുന്നു പണ്ട് ലോകത്തിലെ ഏറ്റവും വലുത്. എന്നാൽ ഇപ്പോൾ UAE-യിലും ഖത്തറിലും ഇതിനേക്കാൾ വലുതുണ്ട്. എന്തൊരു ഭംഗിയായിട്ടാണ് ഇവരിതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതല്ലേ, അത്ഭുതം തോന്നുന്നു. എന്ത് രസാ കാണാൻ. ഇവിടെ കുറേ ഖുറാനുകൾ വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ബൈൻഡിങ്ങും പിന്നെ റീഡിംഗ് പർപ്പസിന് കൂടി വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ മോസ്കിലേക്ക് കയറിയത് അതിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് കേട്ടോ. വിസിറ്റേഴ്സ് പാർക്കിങ്ങും അവിടെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ എൻട്രൻസ്, അതായത് ഫ്രണ്ട് വശം വഴി നമുക്ക് കയറാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് സൈഡിൽ ഹൈവേ റോഡായതുകൊണ്ടായിരിക്കണം അവർ ബാക്ക് സൈഡ് വഴി എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴോ അതിലും സുന്ദരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. എന്താ പറയുക, കണ്ണിനൊക്കെ ഇത്രയും കുളിർമ തരുന്നതും സന്തോഷം തരുന്നതും മനസ്സിനെ പീസ്ഫുള്ളാക്കുന്നതും എല്ലാമായിട്ടുള്ള, വാക്കുകൾക്ക് അതീതമായതെന്നൊക്കെ പറയില്ലേ, അത്രയും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്ത് രസമായിട്ട് ഇവർ ഈ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. എന്താ പറയുക, എല്ലാം ഒരേ ടൈപ്പ് പൂക്കളാണ്, ഡിഫറെൻറ്റ് കളേഴ്സാന്ന് മാത്രം. അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ ഈ കാണുന്നതാണ് ശരിക്ക് ഈ മോസ്കിൻ്റെ ഫ്രണ്ട് വ്യൂ. രണ്ട് സൈഡിലും പൂക്കളും കുറച്ച് സാഹിത്യപരമായി പറയുകയാണെങ്കിൽ പച്ച പരവതാനിയൊക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ച പരവതാനി. എന്ത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇവരിത് നോക്കിയിരിക്കണേ. നല്ല ക്ലീനുമാണ്. പിന്നെ ആ പൂക്കളെല്ലാം കട്ട് ചെയ്തിരിക്കുന്ന ഷേപ്പും എല്ലാം എന്തൊരു ഭംഗിയാണ്. ആ ഫ്രണ്ടിലെ ഹൈവേയിൽ കൂടെ ആര് പോയാലും ഈ റൈറ്റ് സൈഡിലേക്കൊന്നും നോക്കാതിരിക്കില്ല കേട്ടോ. അത്രയും അട്രാക്ഷനാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. എപ്പോൾ പോയാലും ഈ സൈഡിലൊന്ന് നോക്കും, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കും. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇറ്റ്സ് സൂപ്പർ. പ്രാവിൻ്റെ ഒക്കെ കളകളാരവും എന്താ പറയാ, ഭയങ്കര പ്രൈവസി ആട്ടോ. ഒരു വിസിറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50-ൽ താഴെ ആൾക്കാർ ഇന്നിവിടെ വന്നിട്ടുള്ളൂ. നമുക്ക് നമ്മളൊരു പ്രൈവറ്റ് പ്ലേസിൽ കൂടെ നടക്കുന്ന ഫീലിംഗ് ആട്ടോ കിട്ടുക. കണ്ടില്ലേ എന്ത് അടിപൊളിയാ നോക്കൂ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങൾ അബുദാബിയിൽ ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു. മോസ്കിനായിട്ട് ചുറ്റിപ്പറ്റി കുറേ കടകളുണ്ടായിരുന്നു. അതായത് കോഫി ഷോപ്പ് പോലെയുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സാക്റ്റ് ഈ ഗ്രാൻഡ് മോസ്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ ബ്യൂട്ടിഫുള്ളി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ല, അതുപോലെ തന്നെ ഓവർ ക്രൗഡഡ് അല്ല, സെക്യൂരിറ്റി ചെക്കപ്പുകളില്ല, ഒന്നും തന്നെ ഇല്ല. ഒമാൻ ഒരു സമാധാനപ്പെട്ട രാജ്യമാണ്. ഒമാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കൂടെയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇനി തിരിച്ചു പോവുക കേട്ടോ. ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം ഒരു പരിധി വരെ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.